അപ്പൊ എപ്പോഴും നിങ്ങൾ ചോദിക്കുന്നതായിരുന്നു മിസ്, ഫോർമേഷൻ ഓഫ് യൂറിൻ ഭയങ്കര ടഫാണ്, അത് മനസ്സിലാവുന്നില്ല, കൺഫ്യൂഷൻ എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഫോർമേഷൻ ഓഫ് യൂറിൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം. അതേപോലെ നിങ്ങൾ ചോദിച്ച മറ്റൊരു കാര്യമായിരുന്നു നമ്മുടെ നെഫ്രോണിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഫോർമേഷൻ ഓഫ് യൂറിൻ പഠിക്കണമെങ്കിൽ അല്ലെ, മൂത്രത്തിന്റെ രൂപപ്പെടൽ എങ്ങനെയാണെന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം എന്താ നെഫ്രോണിന്റെ സ്ട്രക്ചർ, നെഫ്രോണിന്റെ ഘടന നമ്മൾ വളരെ നന്നായിട്ട് തന്നെ അറിഞ്ഞിരിക്കണം. എന്താണ്, എങ്ങനെയാണ് ആ കാര്യങ്ങൾ നടക്കുന്നത് വൃത്തിക്ക് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ആദ്യം ഇതിന്റെ സ്ട്രക്ചർ പഠിക്കണം. അപ്പൊ നമ്മൾ ആദ്യം എന്നാൽ ആ സ്ട്രക്ചർ, നെഫ്രോണിന്റെ സ്ട്രക്ചറിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നെഫ്രോൺ കാണുമ്പോ നമ്മൾ പേടിക്കല്ലേ, ഇതെന്താ സാധനം, കുറെ കുഴലുകളും. അതെ, കുറെ കുഴലുകൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ നെഫ്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിലെ കുറച്ച് ഭാഗങ്ങൾ ആ പേര് പഠിക്കാൻ നിങ്ങൾ തന്നെ പരിശ്രമിക്കണം. അതിങ്ങനെ പറഞ്ഞ് തന്നെ പഠിക്കുക. പക്ഷെ അത് അടയാളപ്പെടുത്താൻ ഒക്കെ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ അത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ ഓരോന്നായിട്ട്. അപ്പൊ ആദ്യം നമ്മുടെ നെഫ്രോണിലേക്ക് എന്ത് വരണം? ബ്ലഡ് വരണ്ടേ? അതെ, ബ്ലഡ് വരണം അല്ലെ. അതായത് നമ്മളെ രക്തം കിഡ്നിയുടെ അകത്തേക്ക് കയറുന്നു, എന്നിട്ട് എവിടേക്ക് എത്തും? കിഡ്നിയുടെ അകത്തുള്ള നമ്മൾ അൾട്രാ ഫിൽറ്റേഴ്സ് ആയിട്ടുള്ള അല്ലെ എവിടേക്ക് എത്തും? നെഫ്രോണിലേക്ക് എത്തും. അപ്പൊ ആര് വഴിയാ എത്തുന്നേ? ഈ കാണുന്ന രക്തക്കുഴല് വഴിയാണ് എത്തുന്നത് അല്ലെ. ഇതാണ് നമ്മുടെ രക്തം എത്തുന്ന കുഴലുകൾ, അതായത് അകത്തേക്ക് വരുന്നത് എന്ന് ആലോചിക്കുക കേട്ടോ. രക്തം എങ്ങോട്ട് എത്തുന്ന? അകത്തേക്ക് വരിക. ഇനി ആദ്യം ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ കിഡ്നിയുടെ പരിപാടി എന്ന് പറയുന്നത് എന്താണ്? ഫിൽട്ടർ ചെയ്യുക. വേസ്റ്റിനെ ഫിൽട്ടർ ചെയ്യുക എന്നുള്ളതല്ലേ കിഡ്നിയുടെ പരിപാടി. അപ്പൊ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഫിൽട്രേഷൻ, അരിക്കാൻ പോവാണ്. ബ്ലഡിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് അഥവാ രക്തത്തിലുള്ള മാലിന്യങ്ങളെ നമ്മൾ അരിച്ചെടുക്കാൻ പോവാണ്. അതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, എയിം എന്ന് പറയുന്നത് അതാണ്. അപ്പം ബ്ലഡ് എങ്ങോട്ടേക്ക് കയറുന്നു? നെഫ്രോണിലേക്ക് കയറുന്നു. കയറുന്നത് അല്പം വീതി കൂടിയ രക്തക്കുഴൽ വഴിയാണ്. ഈ വീതി കൂടിയ രക്തക്കുഴലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഫറന്റ് വെസൽ എന്നുള്ളത്. അഫറന്റ്. അപ്പൊ അഫറന്റ് എന്നുള്ളത് ഓർക്കാൻ അകത്തേക്ക് വരികയാണ്. അപ്പൊ അഫറന്റ് വെസൽ എന്ന് ആലോചിക്കുക. മലയാളത്തിലും അഫറന്റ് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പം ഈ അഫറന്റ് വെസല് നെഫ്രോണിന്റെ അകത്ത് എത്തിക്കഴിഞ്ഞാൽ അത് വളരെ സൂക്ഷ്മ എന്തായിട്ട് മാറുന്നു? അതായത് ലോമികകളായിട്ട് മാറുന്നു. അതായത് ബ്ലഡ് കാപ്പിലറീസ് ആയിട്ട് മാറുന്നു, കുഞ്ഞു കാപ്പിലറീസ് ആയിട്ട് മാറുന്നു. കണ്ടില്ലേ, ഒരു കൂട്ടം കാപ്പിലറീസ് ആണ്. അതായത് നമ്മുടെ മീനിന്റെ വലയുണ്ടാവില്ല, അതേപോലെയുള്ള വലക്കണ്ണികൾ പോലെയുള്ള കൂട്ടത്തോടെയുള്ള കാപ്പിലറീസ് ലോമികകളായിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ ഈ ലോമികകളെ നമ്മൾ എന്ത് വിളിക്കും? ആ കൂട്ടത്തോടുള്ള കാപ്പിലറീസിനെ നമ്മൾ എന്ത് വിളിക്കും? ഗ്ലോമറൂലസ് എന്ന് വിളിക്കും. ഈ കാപ്പിലറീസിനെയാണ് നമ്മൾ ഗ്ലോമറൂലസ് എന്ന് പറയുന്നത്. ഗ്ലോമറൂലസ് എന്ന് പറയുന്നത്. ഈ ഗ്ലോമറൂലസിലേക്ക് രക്തം എത്തുന്നത് ഭയങ്കര പ്രഷർ കൂടുതലാ. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ മിസ്സേ നോക്കിക്കേ, രക്തം വരുന്നത് എഫറന്റ് വെസൽ വഴിയല്ലേ, പക്ഷെ ഈ ഗ്ലോമറൂലസില് രക്തം എത്തിയാൽ അവിടെയാണ് അരിക്കൽ നടക്കുന്നത്. അതായത് വേസ്റ്റിനെയൊക്കെ നമ്മൾ ഫിൽട്ടർ ചെയ്യുന്നത്. അതിനുശേഷം രക്തം അവിടെ തന്നെ നിൽക്കുവോ? ഇല്ലല്ലോ. രക്തം എന്ത് ചെയ്യും? പുറത്തേക്ക് പോകും. അപ്പൊ പുറത്തേക്ക് പോകുന്ന ഈ കുഴല് കണ്ടോ, ഈ കുഴലിന് വീതിയില്ല. അതുകൊണ്ടാണ് വലിയ കുഴലിലൂടെയാണ് വരുന്നത്, പോകുന്നത് കുഞ്ഞു കുഴലിലൂടെ. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ ഭയങ്കര ഭയങ്കര ഒരു പ്രഷർ ആയിരിക്കും. അപ്പൊ ആ കുഞ്ഞു കുഴലിന് അല്ലെങ്കിൽ ആ ഒരു ചെറിയ വെസൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡയമീറ്റർ വീതി കുറഞ്ഞ ആ വെസലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇഫറന്റ് വെസൽ. ഇഫറന്റ്. ഓക്കെ, ഇഫറന്റ്. എക്സിറ്റ് ഇ, എക്സിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പുറത്തു പോവാന്നല്ലേ. എക്സിറ്റ് ഇ, ഇഫറന്റ് വെസൽ. ഓക്കെ, ഇഫറന്റ് വെസൽ. എക്സിറ്റ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക്, അപ്പൊ ഇഫറന്റ് അകത്തേക്ക്, അഫറന്റ്. ഓക്കെ, ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായല്ലോ, സെറ്റ് ആയല്ലോ. ഇനി ഈ കാണുന്ന ഗ്ലോമറൂലസ് ഇരിക്കുന്നത് ഒരു കപ്പിന്റെ ഉള്ളിലാ അല്ലെ. 2 വോളുകളുള്ള 2 ഭിത്തികൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു കപ്പിന്റെ ഉള്ളിലാണ് ആരിയ്ക്കുന്നത്? ഈ ഗ്ലോമറൂലസ് ഇരിക്കുന്നത്. അപ്പൊ ഈ കപ്പിനെ നമുക്ക് എന്ത് വിളിക്കാം? ബോവ്മാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയും. ബോവ്മാൻസ് ക്യാപ്സ്യൂൾ. എന്താണ് ബോവ്മാൻസ് ക്യാപ്സ്യൂൾ? ബോവ്മാൻസ് ക്യാപ്സ്യൂൾ. ശരിക്കും നമ്മളെ നെഫ്രോണിലെ പ്രധാനപ്പെട്ട 2 പേരെ നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു. ഒന്ന് ഗ്ലോമറൂലസും പിന്നെ എന്താണ്? ബോവ്മാൻസ് ക്യാപ്സ്യൂളും. അതായത് തല നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് വാല് നോക്കാം. അപ്പം ഇത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് മുഴുവനും എന്താ? കുഴലുകൾ. കറക്റ്റ് നമുക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഈ മഞ്ഞ കളറിൽ വരച്ചിരിക്കുന്ന ഭാഗം നോക്കുക, കുഴലുകളാണ് അല്ലെ. അപ്പൊ ഈ കംപ്ലീറ്റ് കുഴല് കണ്ടോ മക്കളെ നിങ്ങള്? ഇവിടെ മുതൽ ഏകദേശം നമ്മളതാ ഇത് കംപ്ലീറ്റ് ഈ കുഴലുകളെ നമ്മൾ എന്ത് വിളിക്കും? റീനൽ ട്യൂബ്യൂൾസ് എന്ന് വിളിക്കും. റീനൽ ട്യൂബ്യൂൾസ് അല്ല സോറി ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? റീനൽ ട്യൂബ്യൂൾസ്. മഞ്ഞ കളറാണ്. നോക്കുക, ബൗമാൻസ് ക്യാപ്സ്യൂളിന്റെ തുടർച്ചയായി വരുന്ന ഭാഗം. ബൗമാൻസ് ക്യാപ്സ്യൂൾ കണ്ടിന്യൂ ചെയ്യുന്നത് എന്തായിട്ടാണ്? റീനൽ ട്യൂബ്യൂൾസ് ആയിട്ടാണ്. ഇനി നിങ്ങൾ നോക്കിക്കേതാ, ഈ റീനൽ ട്യൂബ്യൂളിന്റെ ഈ ഭാഗം കണ്ടോ നിങ്ങൾ?
ശരിക്കും പറഞ്ഞാൽ വന്ന് എത്തുന്ന സ്ഥലം ഇതുവരെ നമുക്ക് റീനൽ ട്യൂബ്യൂൾ എന്ന് പറയാം, പക്ഷെ ഇതും കുഴലുകളായിട്ട് തന്നെ കാണപ്പെടുന്ന ഭാഗമല്ലേ. അപ്പം ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? കളക്ടിംഗ് ഡക്ട് അഥവാ ശേഖരണ നാളി. അതെ, കളക്ടിംഗ് ഡക്ട് അഥവാ ശേഖരണ നാളി. അപ്പൊ ശേഖരണ, കളക്ട് ചെയ്യുക. എന്താ സംഭവം? എന്തിനെ കളക്ട് ചെയ്യാൻ പോകുന്നത്? യൂറിനെ കളക്ട് ചെയ്യുന്ന കുഴലാണ് ഈ കളക്ടിംഗ് ഡക്ട് അഥവാ ശേഖരണ നാളി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ റീനൽ ട്യൂബ്യൂൾ നേരെ എവിടെ ജോയിൻ ചെയ്യുന്നു? ഈ കളക്ടിംഗ് ഡക്റ്റിൽ. ഇത് ഒരു നെഫ്രോൺ ആണ് ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഇതേപോലെ കുറെ നെഫ്രോണുകൾ, ഇവിടെ ഒരു നെഫ്രോൺ ഉണ്ടാവും, ഇവിടെ ഉണ്ടായിരിക്കും. ഇത് കുറെ പേരുടെ ഭാഗത്തുനിന്ന് വരുന്ന വേസ്റ്റും സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും? ഈ പറയുന്ന കളക്ടിംഗ് ഡക്റ്റിലേക്കാണ്. നമ്മുടെ മരത്തിന്റെ തടി ആലോചിക്കുക. ആ ഒരു മരത്തിന്റെ മെയിൻ തടിയിൽ നിന്ന് ധാരാളം ബ്രാഞ്ചുകൾ ഉണ്ടാവും. അതേപോലെ ഇത് മെയിൻ തടിയാണ്. ഈ മെയിൻ തടിയായ കളക്ടിംഗ് ഡക്റ്റിൽ നിന്ന് ധാരാളം ആര് കണക്ട് ആവുന്നുണ്ട്? നമ്മുടെ നെഫ്രോണുകൾ കണക്ട് ആവുന്നുണ്ട്. അപ്പൊ ആ വരുന്ന എല്ലാ നെഫ്രോണിൽ നിന്നുള്ള മൂത്രവും എവിടെ ശേഖരിക്കപ്പെടും? ഈ കളക്ടിംഗ് ഡക്റ്റിൽ. സെറ്റ് ആയല്ലോ. ഇതാണ് നമ്മുടെ നെഫ്രോണിന്റെ സ്ട്രക്ചറിൽ. അപ്പൊ ഇവർക്ക് ഡൗട്ട് തോന്നും, ഈ നീല കളറിൽ വരച്ചത് എന്താണ്? ഇഫറിന്റെ വെസലിന്റെ ബാക്കി എവിടെ? അതാണല്ലോ നീല കളറിൽ കാണിച്ചിരിക്കുന്നത് അല്ലേ? പറഞ്ഞു ബ്ലഡ് ഇങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞു, പോയിട്ട് ഏതിലൂടെങ്കിലും പോണ്ടേ? അതെ അതെ. അപ്പൊ പോകുന്ന വഴിയാണ് ഏത്? ഈ ഒരു നീല കളറിൽ വരച്ചിരിക്കുന്ന ഇതിന്റെ സൈഡിൽ കൂടെ ഒക്കെ പോകുന്ന മറ്റൊരു കുഴൽ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എന്ത് പറയും? പെരിട്യൂബുലാർ കാപ്പിലറീസ്. എന്ത് വിളിക്കും? പെരിട്യൂബുലാർ കാപ്പിലറീസ്. യെസ്, പെരിട്യൂബുലാർ കാപ്പിലറീസ്. ഓക്കെ ആണോ? സെറ്റ് ആണോ? അപ്പൊ ഇത്രയുമാണ് നമുക്ക് എവിടെ പഠിക്കാനുള്ളത്? നെഫ്രോണിന്റെ സ്ട്രക്ചർ പഠിക്കാനുള്ളത്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ ഇനി നമുക്ക് അറിയണ്ടേ, ഈ രക്തം വന്നു, രക്തം ഫിൽട്ടർ ചെയ്യപ്പെട്ടു, ഫിൽട്ടർ ചെയ്തതിന് ശേഷം, അതായത് ശുദ്ധീകരണം നടന്നതിന് ശേഷമാണ് രക്തം ഇഫറിന്റെ വെസലിലൂടെ എങ്ങോട്ടേക്ക് പോവുക? പെരിട്യൂബുലാർ കാപ്പിലറീസ് വഴി പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഈ ഒരു ഫിൽട്രേഷൻ നടക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ ഈ യൂറിയ പോലെയുള്ള കാര്യങ്ങളെയൊക്കെ അരിച്ചു മാറ്റുമ്പോൾ എങ്ങനെ മൂത്രം രൂപപ്പെടുന്നു? ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി എവിടെ പഠിക്കാൻ പോകുന്നത്? അടുത്ത ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്നത്. ഇതിനൊക്കെ മലയാളം ടേംസും കൂടി നമുക്ക് ഇതിൽ ആകെ ഈ പറയുന്ന പോലെ ഇഫറന്റ് വെസൽ അങ്ങനെ തന്നെയാണ്, അഫറന്റ് വെസൽ അത് തന്നെയാണ്, ബോമൻസ് ക്യാപ്സ്യൂൾ സെയിം ആണ്, ഗ്ലോമറുലസും സെയിം ആണ്, കളക്ടിംഗ് ഡക്ട് ശേഖരണ നാളി. റീനൽ ട്യൂബ്യൂൾസിനെ നമ്മൾ വൃക്കാ നളിക എന്ന് പറയും. നളിക വൃക്ക ഉണ്ടോ? വൃക്ക ആണോ? വൃക്ക മാത്രമാണെന്ന് തോന്നുന്നു. ഓക്കെ, വൃക്ക നളിക. യെസ്, വൃക്ക നളിക. പിന്നെ പെരിട്യൂബുലാർ കാപ്പിലറീസിനെ എന്ത് വിളിക്കും? ബാഹ്യനളിക, ലോമികാജാലം. യെസ്, ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? വൃക്ക ഉണ്ടല്ലേ? വൃക്ക അല്ല, വൃക്ക തന്നെ ഉണ്ട്. അപ്പൊ ഇത്രയാണ് ഇതാ നമ്മുടെ നെഫ്രോണിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഈ പറയുന്ന എങ്ങനെയാണ് ഈ ഒരു എന്താ പറയാ ഫിൽട്രേഷൻ നടക്കുന്നത്, എങ്ങനെയാണ് വേസ്റ്റ് മാലിന്യങ്ങൾ അരിച്ചെടുക്കുന്നത് എന്നുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്ട്രക്ചർ പഠിച്ചു, ഇനി പ്രോസസ്സ് അല്ലെ? ഓക്കെ, യെസ്. അപ്പം എങ്ങനെയാണ് സംഭവം? ഒന്നുമില്ല. അതായത് നിങ്ങളെ നോക്കിക്കേ, നമ്മളെ എഫറിന്റെ വെസല് ബൗമാൻസ് ക്യാപ്സ്യൂൾ. ഇത് ബൗമാൻസ് ക്യാപ്സ്യൂൾ അല്ലേ? ആ ബൗമാൻസ് ക്യാപ്സ്യൂളിന്റെ അകത്തേക്ക് ആരെത്തും? എഫറിന്റെ വെസൽ എത്തും. അവിടെ എത്തുമ്പോൾ അത് എന്തായിട്ട് മാറും? അതായത് ഗ്ലോമറുലസ് ആയിട്ട് മാറും. ഗ്ലോമറുലസിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? രക്തം അരിക്കപ്പെടുന്നത്. ഓക്കെ, അതായത് രക്തത്തിൽ നിന്ന് നമ്മൾ ആ വേസ്റ്റിനെയൊക്കെ നമ്മൾ അരിച്ചു മാറ്റും. അപ്പൊ ഏകദേശം എല്ലാ സാധനങ്ങളും ഇവിടെ അരിക്കപ്പെടുന്നുണ്ട്. അതായത് നമ്മുടെ രക്തത്തിലെ അല്ലെങ്കിൽ പ്ലാസ്മയിലെ എല്ലാം. പക്ഷെ എന്തുണ്ടാവില്ല? വലിയ സൈസിൽ വലുതായി. നമുക്കറിയാം, നമ്മളിപ്പോ അരിപ്പയിൽ അരിക്കുന്ന സമയം ചായ അരിക്കുമ്പോ എന്താണ് വലിയ സൈസുള്ള ആൾക്കാരൊന്നും വരില്ല. താഴെ സൈസ് കുറഞ്ഞ ആൾക്കാർ, ആ ഹോൾസിനേക്കാളും ചെറിയ ആൾക്കാരായിരിക്കും താഴേക്ക് വരുന്നുണ്ടായിരിക്കും. അപ്പൊ അതുപോലെ നമ്മുടെ ഈ പറയുന്ന കാപ്പിലറീസിലൊക്കെ എന്തുണ്ടായിരിക്കും? കുഞ്ഞു സുഷിരങ്ങൾ, കുഞ്ഞു പോഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ആ പോഴ്സിലൂടെയാണ് ഈ പറയുന്ന ഫിൽട്രേഷൻ നടക്കുന്നത്. അതെ, ഈ പോഴ്സിലൂടെ എന്ത് ചെയ്യും? നമ്മുടെ ബ്ലഡിലുള്ള അധിക സാധനങ്ങളും എത്തുന്നു, പക്ഷെ വലിയ പ്രോട്ടീൻ പോലുള്ള സാധനങ്ങളൊന്നും എത്തുന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതെന്ത് ചെയ്യും? അപ്പൊ ആ എത്തുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയും? അതാണ് അൾട്രാ ഫിൽട്രേഷൻ. ഫസ്റ്റ് സ്റ്റെപ്പിനെയാണ് നമ്മൾ എന്ത് പറയാ? അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. അൾട്രാ ഫിൽട്രേഷൻ അഥവാ സൂക്ഷ്മ അരിക്കൽ. ഓക്കെ, സോ ഈ അരിച്ച സാധനം എന്ന് പറഞ്ഞാൽ ഫിൽട്രേറ്റ് ആണ് കേട്ടോ. അപ്പൊ ഫിൽട്രേറ്റ് എന്നുള്ളൊരു വാക്ക് നിങ്ങൾക്ക് ഉണ്ടോ? ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഉണ്ട് അല്ലെ? ഓക്കെ, അപ്പം ഈ ഒരു അരിച്ചെടുത്ത സാധനത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. ഓക്കെ, അപ്പൊ ഈ ഒരു അൾട്രാ ഫിൽട്രേഷന് ശേഷം രക്തം എന്ത് ചെയ്യും? ഇഫറിന്റെ വെസലിലൂടെ കടന്നു പോകും. പക്ഷെ അരിക്കപ്പെട്ട ആ ഒരു നമ്മുടെ ഫിൽട്രേറ്റ് ഉണ്ടാവില്ലേ? ഫിൽട്രേറ്റ് റീനൽ ട്യൂബ്യൂളിലേക്ക് കടക്കും.
എവിടേക്ക് കിടക്കും? ഈ കാണുന്ന മഞ്ഞ കുഴല് കണ്ടില്ലേ നിങ്ങള്? ഈ റീനൽ ട്യൂബ്യൂളിലേക്ക് കിടക്കുന്നു. റീനൽ ട്യൂബ്യൂൾ വഴി പോകും. ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഉണ്ടാവും. യെസ്, ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് റീനൽ ട്യൂബ്യൂളിലേക്ക് കടക്കും. ഈ റീനൽ ട്യൂബ്യൂൾ വഴി അത് പോകുമ്പോൾ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് മിസ്സേ. എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞു രക്തത്തിലുള്ള അധിക സാധനങ്ങൾ ഫിൽട്രേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞല്ലേ, പക്ഷെ അതിൽ നമുക്ക് ആവശ്യമുള്ള ഗ്ലൂക്കോസ്, അമിനോ ആസിഡ് അറിയാതെ ചിലപ്പോ കുറച്ച് പേരൊക്കെ അറിയാതെ ആ അരിക്കലിന്റെ ഇടയിൽ എന്ത് ചെയ്യും, ഇവിടുന്ന് അരിച്ചരിച്ചിങ്ങനെ എസ്കേപ്പ് ആയിണ്ടാവും. പക്ഷെ സംഭവം നമ്മുടെ രക്തത്തിൽ ആവശ്യമുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ ചാൻസ് കിട്ടിയപ്പോ സ്കൂട്ട് ആവാൻ നോക്കിയതാണ്. അപ്പൊ അങ്ങനെ വന്ന കുറച്ച് ആൾക്കാർ ഇതിന്റെ അകത്ത് ഉണ്ടാവും. അപ്പൊ അവരെ എന്ത് ചെയ്യണം? അപ്പൊ അങ്ങനെ അറിയാതെ പോയ കുറച്ച് ആൾക്കാരൊക്കെ തിരിച്ചെടുക്കണം, ബ്ലഡിലേക്ക് തന്നെ എടുക്കണം അല്ലെ? ആ തിരിച്ചെടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത്, പുനരാകിരണം എന്ന് പറയും. റീഅബ്സോർപ്ഷൻ അഥവാ എന്താണ്? പുനരാകിരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അവ എന്തൊക്കെ സാധനങ്ങളാണ് എന്ത് ചെയ്യപ്പെടുന്നത്? ഈ ഒരു റീഅബ്സോർബ് ചെയ്യപ്പെടുന്നത് എന്തൊക്കെയാണ്? ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫിൽട്രേറ്റിൽ നിന്ന് രക്തത്തിലേക്ക് വലിച്ചെടുക്കും. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ഇവർക്ക് ഒരു വട്ടം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ യൂറിനില് ഗ്ലൂക്കോസും അമിനോ ആസിഡും ഇല്ലാത്തതെന്ന്. അപ്പൊ എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? കംപ്ലീറ്റ് ആയിട്ട് ഇവർ സംഭവം സ്കൂട്ടാവാൻ നോക്കിയെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് തിരിച്ച് എങ്ങോട്ട് അബ്സോർബ് ചെയ്യപ്പെടും? നമ്മുടെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് യൂറിനിൽ നമുക്ക് ഗ്ലൂക്കോസും അമിനോ ആസിഡും കാണാൻ സാധിക്കാത്തത്. ഇനി എതിലൂടെ ഒഴുകുന്ന ബ്ലഡ് ആണെന്ന് നിങ്ങൾക്ക് ഇനി അതറിയാതിരിക്കുകയോ? എതിലൂടെ ഒഴുകുന്ന ബ്ലഡ് ആണ് പെരിട്യൂബുലാർ കാപ്പിലറീസ്. കാരണം ഇതിന് ചുറ്റുമാണല്ലോ നമ്മുടെ പെരിട്യൂബുലാർ കാപ്പിലറീസ് ഇങ്ങനെ ഉള്ളത്. നമ്മൾ പറഞ്ഞു ഓൾറെഡി എന്താണ് ഇതിന് ചുറ്റും ഇങ്ങനെ നമ്മുടെ പെരിട്യൂബുലാർ കാപ്പിലറീസ് ഇങ്ങനെ പോകുന്നുണ്ടായിരിക്കും. അപ്പൊ ആ കാപ്പിലറീസിലൂടെയാണ് നമ്മുടെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലേക്കായിരിക്കും നമ്മുടെ ഈ ഗ്ലൂക്കോസും അമിനോ ആസിഡും ഒക്കെ റീഅബ്സോർബ് ചെയ്യപ്പെടുന്നത്. പിന്നെ സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, അതേപോലെ ജലം, ഇതൊക്കെ നമ്മള് ഏറെക്കുറെ എന്നൊക്കെ പറയുന്നത്, അതായത് ഭാഗികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വലിച്ചെടുക്കും. ഓക്കെ, യെസ്. അങ്ങനെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഫിൽട്രേറ്റുള്ള കുറച്ച് പേരെ നമ്മൾ വാങ്ങിയില്ലേ, രക്തത്തിലേക്ക് വാങ്ങിയില്ലേ? അപ്പൊ നമ്മൾ അവിടെ ആരെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ? എന്തായാലും ഒരു സ്ഥലത്ത് ഒരു സാധനം എടുത്തുകൊണ്ട് പോരാണ്, പിന്നെ ഒരു മര്യാദയ്ക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് പോരണ്ടേ? അപ്പൊ അതേപോലെ നമ്മുടെ ഈ ബ്ലഡിൽ നിന്ന് എന്താണ് ഗ്ലൂക്കോസും അമിനോ ആസിഡും ഈ കുറച്ച് അയോൺസും കാര്യങ്ങളൊക്കെ ബ്ലഡിലേക്ക് എടുത്തപ്പോ അവിടേക്ക് നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് പേരെ ആ എടുത്ത ഭാഗത്തേക്ക് നമ്മൾ കൊടുക്കാൻ പോവാണ്. ആരെയാണ് നമ്മൾ കൊടുക്കുന്നത്? H+, അതായത് ഹൈഡ്രജൻ അയോൺസ്, പൊട്ടാസ്യം അയോൺസ്, യൂറിയ. പിന്നെ യൂറിയനെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ കളി മൊത്തം കളിക്കുന്നത്. കാരണം നമ്മുടെ ശരീരത്തിൽ ഇത് പാടില്ല, അതിന് കൂടാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ തിരിച്ച് എന്ത് ചെയ്യും? രക്തത്തിൽ നിന്ന് എങ്ങോട്ടേക്ക് കൊടുക്കും? ഈ റീനൽ ട്യൂബ്യൂളിന്റെ അകത്തുള്ള ഫിൽട്രേറ്റിലേക്ക് കൊടുക്കുന്നു. ആ പരിപാടിനെ വിളിക്കുന്ന പേരെന്താണ്? സെക്രീഷൻ അഥവാ ശ്രവണം എന്ന് പറയും. ഓക്കെ, സെക്രീഷൻ അഥവാ ശ്രവണം എന്ന് പറയും. ഓക്കെ, സെക്രീഷൻ അഥവാ ശ്രവണം. അപ്പൊ നമ്മൾ രണ്ട് സ്റ്റെപ്സ് പഠിച്ചു. അൾട്രാ ഫിൽട്രേഷൻ എന്താന്ന് പറഞ്ഞു, അതേപോലെ റീഅബ്സോർപ്ഷൻ, സെക്രീഷൻ. ഇത് ഇത് ഒരേ സമയത്ത് ഈ ഭാഗത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. കുറച്ച് പേര് അങ്ങോട്ട് പോകുന്നു, ആ സമയത്ത് കുറച്ച് പേര് തിരിച്ച് അങ്ങോട്ട് വരുന്നു. ഇത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഒരു കൊടുക്കൽ വാങ്ങൽ പരിപാടിയാണ് ഇവിടെ. ഒരു കൊടുക്കൽ വാങ്ങൽ പരിപാടിയാണ്. ആരും തമ്മിൽ രക്തവും ഫിൽട്രേറ്റും തമ്മിൽ. ഓക്കെ, ഇനി നമുക്ക് ധാരാളം ജലം മൂത്രത്തിലൂടെ നഷ്ടപ്പെടാൻ പാടുണ്ടോ? പാടില്ല. ശരീരത്തിലുള്ള ഏറ്റവും കൂടുതലുള്ളത് എന്താ? ജലമാണ്, വാട്ടർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു പരിധിയിൽ കൂടെ വെള്ളം നമ്മുടെ ശരീരത്തിൽ പോകാനേ പാടില്ല. അതെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വെള്ളത്തിന് റീഅബ്സോർബ് ചെയ്യണം. അത് എവിടെ വെച്ചിട്ടാ കൂടുതലായിട്ട് നടക്കുന്നത്? ഈ കാണുന്ന കളക്ടിംഗ് ഡക്റ്റിൽ വെച്ചിട്ട്. കളക്ടിംഗ് ഡക്റ്റിൽ വെച്ചിട്ട് നമ്മൾ ജലത്തിനെ നന്നായിട്ട് അങ്ങോട്ട് എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും, പുനരാകിരണം ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് അവസാനം നമുക്ക് എന്തുണ്ടാവും? ഇവിടെ യൂറിൻ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഈ പറയുന്ന ജലത്തിനെ ആഗിരണം ചെയ്തു അല്ലെ, അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ നടന്നു. അത് കഴിഞ്ഞിട്ട് ബാക്കി എന്താണ്? ബാക്കി നമ്മൾ ഈ പറയുന്ന മൂത്രം അല്ലെങ്കിൽ യൂറിൻ എന്ന് പറയുന്നത് രൂപപ്പെടുന്നു. അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? എന്തൊക്കെ ഉണ്ടാവും? 96% ജലം ഉണ്ടാകും, 2% യൂറിയ ഉണ്ടാകും, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, കാൽഷ്യത്തിന്റെ ലവണങ്ങൾ, കാൽഷ്യം സോൾട്ട് ഉണ്ടാവും, ഫോസ്ഫേറ്റ്, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ, ഇതെല്ലാം കൂടി 2%. അപ്പോഴും ഏറ്റവും കൂടുതലുള്ളത് ജലം തന്നെയാണ്. ജലം ഉണ്ടെങ്കിൽ മാത്രമേ ഇവരൊക്കെ പുറന്തള്ളാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് ഏത് നമ്മുടെ ഈ പറയുന്ന 3 സ്റ്റെപ്സ്. സൂക്ഷ്മ അരിക്കൽ, അത് കഴിഞ്ഞാൽ പുനരാകിരണവും ശ്രവണവും, അത് കഴിഞ്ഞാൽ ജലത്തിന്റെ ആകിരണം. അപ്പൊ എങ്ങനെയാണ് യൂറിൻ രൂപപ്പെടുന്നത് മനസ്സിലായല്ലോ. നമ്മുടെ നെഫ്രോണിന്റെ സ്ട്രക്ചർ എന്താണെന്നും ക്ലിയർ ആയല്ലോ. നമ്മുടെ നെഫ്രോൺ എന്താണ്, അതിന്റെ സ്ട്രക്ചർ എന്താണ് നമ്മൾ ഏകദേശം പറഞ്ഞു. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഫിൽട്രേറ്റ് ഇങ്ങനെ പോകുന്നു. ഫിൽട്രേറ്റ് പോകുന്ന സമയത്ത് എന്താണ്, എസ്കേപ്പ് ആയി പോയ ആൾക്കാരെ തിരിച്ച് നമ്മുടെ ഈ പറയുന്ന പെരിട്യൂബുലാർ കാപ്പിലറീസ്, ഗ്ലൂക്കോസും അമിനോ ആസിഡും ഒക്കെ തിരിച്ച് അതിലേക്ക് എടുക്കുന്നു. അപ്പൊ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് കുറച്ച് പേര് അങ്ങോട്ട് കൊടുക്കണം. അതുകൊണ്ട് നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? തിരിച്ച് നമ്മുടെ ഫിൽട്രേറ്റിലേക്ക് സോഡിയവും പൊട്ടാസ്യവും അതുപോലെ യൂറിയ ഒക്കെ തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവസാനം നമ്മുടെ ഈ കളക്ടിംഗ് ഡക്റ്റിൽ എത്തുന്നു. അവിടെ വെച്ച് എന്ത് നടക്കുന്നു? യൂറിൻ ഫോം ചെയ്യുന്നു. ആ യൂറിനെ നമ്മൾ പുറന്തള്ളും.
ഇത്രേ ഉള്ളൂ നമ്മുടെ എന്ത് യൂറിന്റെ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ അല്ലേ? ആകെ മിസ് നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ടേംസ് മാത്രമായിരിക്കും ഗ്ലോമറൂലസ് ബോമൻസ് ക്യാപ്സൂൾ. പക്ഷെ അത് നിങ്ങൾ പറഞ്ഞു പഠിച്ചാൽ തന്നെ കിട്ടും. സ്പെല്ലിംഗ് തെറ്റിക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. കാരണം എക്സാമിന് എപ്പോഴും നമ്മൾ ഈ സ്പെല്ലിംഗ് തെറ്റിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മാറ്റാൻ ഭയങ്കര പാടാണ്. അപ്പൊ എന്ത് ചെയ്യുക, സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് തന്നെ എഴുതാനായിട്ട് പഠിക്കുക. യെസ്, അതേപോലെ ഇതില് ഏതൊക്കെയാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലുള്ള കോമ്പണൻസ് എന്ന് ചോദിക്കും. എന്തിനൊക്കെ റീഅബ്സോർപ്ഷൻ നടക്കുന്നു, സെക്രേഷൻ നടക്കുന്നു ചോദിക്കും. നമ്മളെ യൂറിലുള്ള കോമ്പണൻസ് എന്തൊക്കെയാണെന്നൊക്കെ നോട്ട് ചെയ്ത് വെച്ചു. അതെ, അപ്പൊ ഇപ്പൊ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നില്ല എന്തുകൊണ്ടാണ് യൂറിനിൽ ഗ്ലൂക്കോസും അമിനോ ആസിഡും ഇല്ലാത്തത് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം. അതെ, കാരണം എന്താണ് അതിന്റെ റീഅബ്സോർപ്ഷൻ നടന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾ ഏതൊക്കെയാണ് കോമ്പണൻസ് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കണമെന്നില്ല. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും, എന്തുകൊണ്ടാണ് ഇത്ര അളവ് അല്ലെങ്കിൽ ഇത്രയും അളവ് ഓഫ് യൂറിയ അതിൽ കാണുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗ്ലൂക്കോസും അമിനോ ആസിഡ് ഇല്ലാത്തത്, ആ രീതിയിലായിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കും. ഈ ചിത്രത്തിനൊരു പ്രത്യേകത മിസ്, അതായത് ഇതൊക്കെ നടക്കുന്നത് ഏത് സ്ഥലത്താന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നോക്കിക്കേ, ഈ തല വന്നിരിക്കുന്നത്, അതായത് അൾട്രാ ഫിൽട്രേഷൻ നടക്കുന്നത് ഗ്ലോമറൂലസിലാണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന കുഴല് കണ്ടോ, അതായത് റീനൽ ട്യൂബ്യൂൾസിൽ വെച്ചിട്ടാണ് ഈ 2 സ്റ്റെപ്പ് നടക്കുന്നത്. പിന്നെയോ വാട്ടറിന്റെ അബ്സോർപ്ഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? അതിനാണ് കൃത്യമായിട്ട് ആ ടേബിൾ ഇങ്ങനെ തിരിച്ചു, അല്ലാതെ കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടല്ല. ഓക്കെ, യെസ്. അപ്പൊ ഈ ഒരു സംഭവം ക്ലിയർ ആയി വിചാരിക്കുന്നു. പഠിക്കുക വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഓക്കെ, അപ്പോൾ യെസ്, ആരും മറക്കണ്ട, നമ്മുടെ ലൈവ് ഉണ്ട്, ലൈവിന് വരിക. ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.